കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്കിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെ മാറ്റി പുതിയ ആളെ നിയമിച്ചു. സഹകരണ വകുപ്പ് മാവൂർ യൂണിറ്റ് ഇൻസ്പെക്ടർ ദിവ്യയാണ് പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി ചുമതലയെടുത്തത്. UDF ഭരിച്ചിരുന്ന കാരശ്ശേരി ബാങ്കിൽ ഓഡിറ്റിൽ കൃത്രിമം നടന്നു എന്നാരോപിച്ച് സഹകരണ വകുപ്പ് കഴിഞ്ഞ ഡിസംബർ 1 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് സമയത്താണ് ഭരണസമിതിയെ പിരിച്ചുവിടുന്നത്. തുടർന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണവും ഏർപ്പെടുത്തി. എന്നാൽ 13 ഡയറക്ടർമാരുള്ള ബാങ്ക് പിരിച്ചുവിട്ടതിന് ശേഷമായിരുന്നു ഭൂരിഭാഗം ഡയറക്ടർമാരും ചെയർമാൻ നടത്തിയ ക്രമക്കേടിനെക്കുറിച്ചും ബാങ്ക് പിരിച്ചുവിട്ടതും അറിയുന്നത്. ഭരണസമിതി പിരിച്ചുവിടും മുമ്പ് ബാങ്ക് ചെയർമാൻ CPMന് ബാങ്കിനെ വിൽക്കാൻ വ്യാജ ID ഉപയോഗിച്ച് 829 പുതിയ A ക്ലാസ് ഷെയർ ചേർത്തിയെന്നും പുതുതായി ചേർത്ത A ക്ലാസ് മെമ്പർഷിപ്പിനായി ബാങ്ക് പരിധിയിലില്ലാത്ത 3 പേരുടെ അക്കൗണ്ടിൽ നിന്ന് 24 ലക്ഷം രൂപ അടച്ചെന്നും ബാങ്ക് അവധി ദിവസങ്ങളിലും അർദ്ധരാത്രിയിൽ പോലും ബാങ്കിൻ്റെ വ്യാജ ID ഉപയോഗിച്ച് മെമ്പർഷിപ്പ് ചേർത്തു എന്നും ആരോപിച്ച് ബാങ്ക് ഡയറക്ടർമാരും A ക്ലാസ് മെമ്പർമാരും പ്രതിഷേധവുമായി എത്തുകയും ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. ഇതോടെ പുതിയ മെമ്പർഷിപ്പും പ്രഖ്യാപിച്ച തെരഞ്ഞെടുപ്പും ഹൈക്കോടതി സ്റ്റേ ചെയ്യുകയും ചെയ്തു. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് വലിയ പരാജയം നേരിട്ടതോടെയാണ് നേരത്തെ നിയമിച്ചിരുന്ന അഡ്മിനിസ്ട്രേറ്ററെ മാറ്റി പുതിയ അഡ്മിനിസ്ട്രേറ്ററെ ബാങ്കിൽ നിയമിച്ചത്. ഇത് ബാങ്ക് പിടിച്ചെടുക്കാനുള്ള CPMന്റെ ശ്രമത്തിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയതെന്ന് UDF പ്രവർത്തകരും പറയുന്നു. ന്യൂസ് ബ്യൂറോ, മുക്കം.